Hi everyone, Assalamu alaikum. Welcome back to Super Home Stories. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നോർത്ത് ഇന്ത്യൻ സ്പെഷ്യൽ റെസിപ്പിയായ ചിക്കൻ ദാനയാണ്. അപ്പോൾ ഈ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ദാന എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ചിക്കൻ ദാന ഉണ്ടാക്കുന്നതിനായി ഞാനിവിടെ 1/2 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ചിക്കനെ മാരിനേറ്റ് ചെയ്യാം. അതിനായി 1 ടേബിൾ സ്പൂൺ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത്, 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീര്, 1/2 കപ്പ് തൈര്, 1 ടേബിൾ സ്പൂൺ ഉപ്പ്, 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ജീരകപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് റെഡ് ഫുഡ് കളർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് തികച്ചും ഓപ്ഷണലാണ്. ഒന്നുകൂടി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് കുറഞ്ഞത് 2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ചിക്കൻ ഫ്രൈ ചെയ്യുന്നതിന് മുമ്പായി ഞാൻ ഇതിലേക്ക് 1 മുട്ടയും 1/2 കപ്പ് കോൺഫ്ലവറും കൂടി ചേർക്കാൻ പോവുകയാണ്. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് പുറം ഭാഗം നല്ല ക്രിസ്പിയും ഉൾഭാഗം നല്ല ജ്യൂസിയുമായിട്ടുള്ള ചിക്കൻ ദാന കിട്ടും. ഇത് രണ്ടും ചേർത്തതിന് ശേഷം ഒന്നുകൂടി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഒരു ഫ്രൈയിങ് പാൻ എടുത്ത് അതിലേക്ക് കുറച്ച് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ എടുക്കാൻ പാടില്ല. വെളിച്ചെണ്ണ എടുത്താൽ അതിൻ്റെ ടേസ്റ്റിൽ വ്യത്യാസം വരും. ഇനി മാരിനേറ്റ് ചെയ്ത് വെച്ച ഓരോ ചിക്കൻ പീസസും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ചിക്കനെ തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ചിക്കൻ കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഓരോ ചിക്കൻ പീസസും എണ്ണയിൽ നിന്ന് എടുത്തു മാറ്റാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റിയും ക്രിസ്പിയുമായ അടിപൊളി ചിക്കൻ ദാന ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഗീ റൈസിൻ്റെയും ദാൽ ഫ്രൈയുടെയും കൂടെ അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.